ഇത് നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ കിടന്ന് കിട്ടിയ ഫോണാണ്. സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ നിന്നപ്പോൾ ഒരു 8ന്റെ പണി കിട്ടിയിട്ടോ, കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ പണി, ഒന്ന് എൻജിൻ ലൈറ്റ് വാണിംഗ് കത്തുന്നുണ്ട്, അത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം. രണ്ടാമത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RPM ഭയങ്കര കൂടുതലാണ്. കണ്ടോ, വണ്ടി ഇപ്പോൾ നോർമൽ നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ് ന്യൂട്രൽ, പക്ഷെ എന്നാലും RPM ഭയങ്കര കൂടുതലാണ്. 1-2 നമുക്ക് RPM. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് എന്തായാലും ഒന്ന് വർക്ക്ഷോപ്പിലൊന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കാം, എന്താ ഇഷ്യൂ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വർക്ക്ഷോപ്പിലൊന്ന് പോയി നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, വർക്ക്ഷോപ്പ് ഓൾറെഡി അവധി. എന്നിട്ട് നമ്മൾ മൽപ്പിടുത്തം പിടിച്ച് അവളെ കൊണ്ട് തുറപ്പിച്ചു. അപ്പോൾ എന്താ അത്യാവശ്യം ചെക്ക് ചെയ്ത് നോക്കണം, ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ, വൈകിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളിനി നേരെ വീട്ടിലിട്ട് പോകണം. നമുക്ക് വൈകിട്ട് വന്ന് നോക്കാം എന്താ അവസ്ഥ എന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി ഓൾറെഡി കൊടുത്തില്ല, അപ്പോൾ നമ്മൾ ബസ്സിനാണ് തിരിച്ചു വന്നത്. വണ്ടി എടുക്കാൻ വൈകിട്ട് നമ്മൾ പോകുള്ളൂ. നമ്മൾ ബസ്സിന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി, നങ്ങേലിപ്പടിയിലാണ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നമുക്ക് അവിടെ കടയിൽ കയറാണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് ആ ബസ് സ്റ്റോപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് 2 ഫോൺ അവിടെ കിടക്കുക. അപ്പോൾ 2 ഫോൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സുഹൃത്തുക്കളെ, ഇതാണ് ആ ഫോൺ കേട്ടോ, ഒരു റിയൽമിയും ഒരു ഒപ്പോയുടെ ഫോണും. ഇത് നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ കിടന്ന് കിട്ടിയ ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് സിമ്മില്ല. അപ്പോൾ ഒരു ഫോൺ ഓഫാണ്. ഓൾറെഡി ഒരെണ്ണം ഓൺ ചെയ്ത് നോക്കിയ ടൈമിൽ ഇതിനകത്ത് സിമ്മൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെന്ത് വള്ളിയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ സംഭവം എന്തായാലും അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ നമുക്ക് എന്തായാലും കൊണ്ടു കൊടുക്കാം. നമുക്കിവിടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനാണ് അടുത്ത്. നമുക്ക് എന്തായാലും ആ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാം. പക്ഷേ റോട്ടിൽ കിടന്ന് ഇങ്ങനെയായിട്ട് ആരെ ഫോണാണെന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും ചാടിപ്പോയതാണ്. പക്ഷേ എനിക്കൊരു ഡൗട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ 2 ഫോണും ചാടിപ്പോകും. അത് 2 ഫോൺ സിമ്മും ഇല്ലാണ്ട് ചാടി പോകുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും അവിടെ ഇട്ടിരുന്ന് ഒരു വള്ളിയാക്കണം. നമ്മളൊരു സംഭവം കണ്ടതല്ലേ, അപ്പോൾ ആ സംഭവം എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അടുത്തുള്ളൊരു സ്റ്റേഷനിൽ സാധനം കൊണ്ട് കൊടുക്കാം. സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മൾ ഫോൺ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇന്നൊരു ദിവസം ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഫോൺ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ആണെങ്കിൽ വിളിച്ചു നോക്കുമ്പോൾ ഒന്നിൽ നഷ്ടപ്പെട്ട ഫോൺ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ മോഡൽ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്കും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. എന്തായാലും നമ്മൾക്ക് കിട്ടിയ ആ ഫോൺ എന്തായാലും അവിടെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ തിരിച്ചിനി വീട്ടിലേക്ക് പോകാം കേട്ടോ.